ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കണ്ണിക്കുരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കണ്ണിക്കുരു അല്ല കുന്നിക്കുരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വൈദ്യൻ ഒറ്റമൂലി ഓമനക്കുട്ടൻ. നിങ്ങൾ വർഷങ്ങളായി തളർന്നു കിടക്കുന്നവരാണോ? എന്നാൽ നിങ്ങൾ ഉടുമ്പൻചോലയിലേക്ക് വരൂ, നിങ്ങൾക്ക് നടന്നു പോവാം. എന്റെ ഒറ്റമൂലി കഴിച്ച് നടന്നു പോയ ഒരു പേഷ്യന്റ് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതാണ്. നമസ്കാരം, എന്റെ പേര് സുമലത. എന്റെ വൈദ്യശാസ്ത്രത്തില് എന്നെ കൈ ഒഴിഞ്ഞപ്പോഴാണ് എന്റെ ജീവിതത്തിൽ ഒരു മിന്നലടിച്ചത്. മിന്നലാ? അല്ല, ദിവ്യ വെളിച്ചം ഉണ്ടായത്. ആ സമയത്താണ് ഏട്ടാ ഈ വൈദ്യൻ ഒറ്റമൂലി ഓമനക്കുട്ടനെ കുറിച്ച് ഞാൻ അറിയണതും നേരെ ഒരു വണ്ടി വിളിച്ച് ഇങ്ങോട്ട് വന്നു. ഇപ്പൊ ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ്. നീ ഇത് പോസ്റ്റ്. അല്ല, ഇന്നലെ പോസ്റ്റ് ചെയ്ത റീലിന് റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല റെസ്പോൺസ് ഉണ്ട്, ആരും നല്ലത് പറഞ്ഞിട്ടില്ല. ഇതെന്തുവാടി കുറെ പേര് സ്റ്റാർ ഇട്ട് കളിക്കുന്നേ? നാട്ടുകാർക്ക് പച്ചത്തറി വിളിക്കാൻ പറ്റാത്തോണ്ടാണ് അവര് സ്റ്റാർ ഇട്ട് കളിക്കുന്നത്. അയാളുടെ എല്ലാ ഉടായ്പിനും കൊണ്ട് ഞാൻ മടുത്ത്. എന്ത് മനുഷ്യ, നിങ്ങൾ ഇന്നേ വരെ ഏതെങ്കിലും ഒരു രോഗിയെ ചികിത്സിച്ച് നന്നാക്കിയിട്ടുണ്ടോ? ഇനി നിങ്ങൾ പരസ്യം എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ മരുന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പരസ്യം എടുത്താൽ മതി. ആ പിന്നെ ടെസ്റ്റ് എടുത്ത് പരസ്യം എടുക്കാൻ ഐശ്വര്യ റായ് അല്ലേ വന്ന് നിൽക്കുന്നേ? ഇടി നീ കാരണമാണ് ഞാൻ ഈ മരുന്നൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. എന്റെ ഏറ്റുമാരെ നിങ്ങൾ കേൾക്കണം. ഇതൊക്കെ കല്യാണത്തിന് വേണം, പാലുകാത്തിന് വേണം, സ്വർണം വേണം, അത് വേണമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പൈസ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഓരോരോ പുതിയ മരുന്നുകൾ ഉണ്ടാക്കി വിൽക്കുന്നത്. അപ്പം നീ അനുഭവിക്കണം. അതുകൊണ്ട് നിന്നെ ഞാൻ വീഡിയോ കയറ്റുന്നത്. നിങ്ങൾ എത്ര കാലം ഇങ്ങനെ അടുത്ത ആൾക്കാരെ പറ്റിച്ച് ജീവിക്കും? 55 വയസ്സ് വരെ. അതങ്ങനെ നിങ്ങൾ ഇത്ര കറക്റ്റ് ആയിട്ട് പറയണു? ജോത്സ്യനെ ഞാൻ പോയി കണ്ടായിരുന്നു. ജോത്സ്യം പറഞ്ഞു 30ാമത്തെ വയസ്സിൽ എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇനി 55ാമത്തെ വയസ്സിലേ ഉള്ളെന്ന്. അപ്പൊ നിങ്ങൾക്ക് 30ാമത്തെ വയസ്സിൽ എന്താ അപകടമാണ് പറ്റിയേ? എന്റെ 30ാമത്തെ വയസ്സിലല്ലയോ നീ ഞങ്ങളുടെ വീട്ടിലോട്ട് കുത്തുവിളക്കുമായിട്ട് വിളിച്ച് കയറിയത്. അപകടം വല്ലതും ഉണ്ടോ? ഇത് 55 വരെ ഒന്നും പോവത്തില്ല. അതിനു മുമ്പേ 0 ബൾബ് ചുമരി കത്തും. നിന്നോട് ഞാൻ പറഞ്ഞായിരുന്ന ആ രാജന്റെ വീട്ടിൽ പോയിട്ട് നമ്മളെ ഉഴിച്ചിലിനെ പിഴിച്ചിലിനെ പൈസ മേടിച്ചോണ്ട് വരും. ഞാൻ അവിടെ ചെന്നപ്പോ അവിടെ ഭയങ്കര കരച്ചിലും പിടിച്ചിലും ഒക്കെ നടക്കുന്നു. എങ്ങനെയാ ചേച്ചിമാരെ ഈ മരണ വീട്ടിൽ പോയി കുറച്ച് പൈസ ഒക്കെ വാങ്ങിക്കണം? എന്നെ കൊണ്ട് പറ്റൂല. അപ്പൊ എന്റെ ഉഴിച്ചിലും പിഴിച്ചിലും ഏറ്റില്ല. ഉഴിച്ചിലേറ്റില്ല, പക്ഷെ പിഴിച്ചില് നന്നായിട്ട് ഏറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന സമയത്തും ആ രാജന്റെ ഭാര്യ നിങ്ങളെ പ്രാവുമായിരുന്നു, തലയ്ക്ക് കയ്യും വെച്ച്. എന്റെ ഭർത്താവിനെ ഈ നിലയിലാക്കിയവൻ വെള്ളം ഇറങ്ങാതെ ചാവൂ. നീട്ടിൽ വെള്ളം എടുത്താണ് എന്തിന്? ഇറങ്ങോ നോക്കാനാ. ആ സ്റ്റീം ബാത്തിരിക്കുന്ന സാധനം ഇങ്ങ് എടുത്തോണ്ട് പോ. അതിന്റെ അകത്ത് എന്താ ഇരിക്കണത്? അതിന്റെ അകത്ത് ആള് കണക്കും ഇല്ലാത്തോണ്ട് ഞാൻ 4 കോഴിമുട്ട പുഴുങ്ങാൻ വെച്ചായിരുന്നു. നിങ്ങൾ ഇങ്ങനെ മുട്ടയെ മുഴുങ്ങി തിന്നോണ്ടിരുന്നോ? നിനക്കറിയാലോ എന്റെ ഈ വൈദ്യശാലയിൽ വിദേശികൾ വന്ന കാര്യം? പറയട്ടെ, ചെറുവരൽ ഉളുക്കുമായിട്ട് വന്ന മദാമേ നാടു തളർത്തിയ മനുഷ്യനാണ് ഈ നിൽക്കുന്നത്. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. അവര് പോകുന്ന സമയത്ത് എന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഇയാളുടെ പാസ്പോർട്ട് വലിച്ചു കീറാൻ. എങ്ങാലും ഇയാൾ ഇന്ത്യ വിട്ടു പോയി കഴിഞ്ഞാൽ അവര് വെടിവെച്ചു കൊല്ലും. എന്റെ ചേച്ചിമാരെ നിങ്ങൾ കേൾക്കണം. ഇവളുടെ ചേച്ചിയുടെ മോക്ക് കല്യാണത്തിന് മാല മേടിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് ചെറിയൊരു അസുഖമുണ്ട്, ഒരു മൂലക്കുരുവിന്റെ അസുഖമുണ്ട്. അത് വേദന എടുക്കാതെ കരിക്കാൻ വേണ്ടി വെച്ചിരുന്ന 45,000 രൂപ എടുത്താണ് ഇവളുടെ ചേച്ചിയുടെ മോക്ക് മാല മേടിച്ചത്. എന്തിനാ ചേച്ചിമാരെ ഇയാള് കൊണ്ട് 45,000 രൂപയൊക്കെ കൊണ്ട് കളയണത്? എന്റെ അടുത്ത് കുറച്ച് ചൂട്ടും കൊതുമ്പും തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കത്തിച്ചു കളഞ്ഞായിരുന്നു. അത് മൂലക്കുരുവോ, അല്ലാതെ കടന്നൽ കൂടല്ല. രാത്രി ഉറങ്ങാൻ കിടക്കുവോ എന്തോ? മനുഷ്യ, നിങ്ങൾ ഇന്നേ വരെ ആരെങ്കിലും ചികിത്സിച്ച് ഭേദാക്കിയിട്ടുണ്ടോ? ഒരാളുടെ പേര് പറ. ഉണ്ട്, നിന്റെ അച്ഛൻ. എന്റെ അച്ഛനാ? എടി നിന്റെ അച്ഛൻ ഇവിടെ കള്ളച്ചോറ് തിന്ന് അരക്ക് തപ്പോട്ട് തളർന്നിരുന്ന ഓർമ്മയുണ്ടോ? അതിന് ആ നിമിഷം നേരം കൊണ്ട് എന്റെ അച്ഛനെ ഇവിടുന്ന് എന്നെ ചോദിച്ചില്ലേ? ഈ ഇഞ്ചി വേര് മൂക്കിന്റെ താഴെ വെച്ചോണ്ട് നടക്കണ ഇയാൾ എന്റെ അച്ഛനെ എന്ത് ചെയ്തെന്നറിയാമോ? തളർന്നു കിടന്ന എന്റെ അച്ഛനെ വള്ളിച്ചൊറിയാണം വെച്ച് അടിച്ച് പുള്ളിമാ ഓടനാടക്കാണ് എന്റെ അച്ഛൻ ഓടിയത്. നിങ്ങൾ കൂടുതലും പറയണ്ട, എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ ആരുമില്ലേ? താണ്ട് ആരാണ്ട് വരുന്നു. നീ ഒരു കാര്യം ചെയ്യ്, അഭിനയം തുടങ്ങിക്കോ. കണ്ണെന്ന് കാണിച്ച്. നമസ്കാരം. എന്താ അപസ്മാനമോ? അതേറ്റില്ല, അത് പോട്ടെ. അല്ല, ആരാ മനസ്സിലായില്ല? റിട്ടയർഡ് ജഡ്ജി കുഞ്ഞുണ്ണി. ഉണ്ണിയപ്പ സാർ ഇരിക്കണം. ഉണ്ണിയപ്പ സാറിന്റെ പേരെന്തിനാണ്? കുഞ്ഞുണ്ണി സാറേ. അറിയാൻ ഈ എന്തിനായിരുന്നു? നല്ല കൈപ്പുണ്യം ഉണ്ടെന്ന് കേട്ടിട്ടൊക്കെ ഉണ്ട്. പിന്നെ
ഭയങ്കര കൈപ്പുണ്യാണ്. വൈദ്യര് ഒരു ചമ്മന്തി അരച്ച കുത്തിയിരുന്ന ഒരു കല്ലം ചോറുണ്ണ. അതായത് നമ്മുടെ ഈ ഔഷധകരമായ ചെടികളുടെ ഇല വെച്ചുണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണിത്. ചികിത്സയുടെ ഒരു ഭാഗമാണ്, അത് മനസ്സിലായി. സാറിനൊരു കാര്യം കേൾക്കണോ? ഈ കൊച്ചായി ഇവിടെ വരുമ്പം പേനയുടെ റീഫില്ലർ പോലെ ഇരുന്നേ ഇപ്പൊ കണ്ടോ മെട്രോ പില്ലർ പോലെ ആയി. നിങ്ങൾ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അയ്യോ, ഞാൻ ഇദ്ദേഹത്തിന്റെ വൈഫാണ്. അത് മാത്രമല്ല, ഒരു ആക്ടറും കൂടെയാണ്. സിനിമയിൽ ഒന്നും ഇല്ലേ? അയ്യോ, സിനിമയിലൊന്നും അല്ല. ഇയാളുടെ പരസ്യ ചിത്രത്തിൽ ഞാനാണ് അഭിനയിക്കണത്. ഇരിക്കാം. അല്ല, സാർ ഒറ്റയ്ക്കാണോ വന്നത്? അതെ, ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. എനിക്ക് ഈ വയ്യാത്ത കാര്യം ഞാൻ ആരോടും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ഓ, എന്താണ് അസുഖം? അല്ല, അസുഖം എന്താ? എവിടെയെങ്കിലും പോണാ? ഇതാണോ എന്റെ അസുഖം? അപ്പൊ ഞരമ്പ്. അല്ല, ഞരമ്പിന്റെ വേറെ തരത്തിലുള്ള അസുഖമാണെന്നാണ് പറഞ്ഞത്. ശരിയാ സാറേ, ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ധാരയാ? അത് കൊള്ളാം. ഇത്ര നേരം ഞാൻ ഇവിടെ വന്ന കാര്യം പറഞ്ഞിട്ട് അവൻ എന്റെ അടുത്ത് ചോദിക്കണു ഞാൻ ആരെന്ന്. എന്റെ സാറേ, അതല്ല ഞാൻ പറഞ്ഞത്. ധാരയില്ലേ, ധാര. ധാര ചെയ്യണോ? മനുഷ്യ, നിങ്ങൾ അങ്ങോട്ട് വന്നേ. ധാരയൊന്നും ചെയ്യണ്ട. എന്താ? ഇന്നാളെ നിങ്ങൾ ആ എസ്ഐക്ക് ധാര ചെയ്തില്ലായിരുന്നോ? നമ്മൾ ധാര എന്ന് പറയുമ്പോ ഇപ്പൊ ഉരുളിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് ചെയ്യണ സംഭവല്ലേ? ആ ഉരുളി പൊട്ടി അയാളെ മോന്തക്കൂടെ ഇന്ന് 6 പല്ലാണ് പോയത്. അപ്പൊ ധാര വേണ്ട. അപ്പൊ സാർ, നമുക്ക് ധാര വേണ്ട. പിന്നെ വേറെ ചികിത്സ പാക്കേജിലുണ്ട്. ചികിത്സ അതെന്തോന്നാണ്? 10,000 രൂപയ്ക്ക് തടവൽ മാത്രം. 20,000 രൂപയ്ക്കോ തടവലുണ്ട്. പിന്നെ നമ്മളെ ഇവിടെ കിടത്തിൽ ചികിത്സയുണ്ട്. ഫുഡ് വരെ ഉണ്ട്. അത് കൊള്ളാം. അത് കഴിഞ്ഞിട്ട് 1 ലക്ഷം രൂപയുടെയാ. അതെന്തോന്ന്? സഞ്ചാനോ പിന്നെ പന്തൽ വെച്ചിട്ടേ ഞങ്ങൾ അവിടെ നിന്ന് വരത്തുള്ളൂ. വിവിധ തരം ചികിത്സ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അയ്യോ, ഈ പറയുന്ന വിവരമില്ലാത്തവളെ. സാർ ഇരിക്കും. സാർ ഇരിക്കാം. കുറെ നേരം കൊണ്ട് ഇരിക്കണം ഞാൻ. സാറിന് പെടല് വെട്ടുന്നല്ലേ? ഇപ്പൊ നമുക്ക് ശരിയാക്കാം. ഈ കണ്ണൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യ്. കണ്ണൊന്ന് കാണിച്ച്. വേണ്ടർന്ന്. എന്നാ പിന്നെ പെടല് വെട്ടല്ലേ? നമുക്ക് ശരിയാക്കാം. ഇത് ഭയങ്കര കൈപ്പുണ്യമുള്ളതാണ്. ഞാൻ ഇതങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് മാറും. നമുക്ക് തുടങ്ങാം. നമുക്ക് ചെയ്യാൻ പോണേ. ഒരു ജഡ്ജി എന്ന് കാണിക്കുന്ന കാണിയര് കണ്ട ഈ ഇക്കടിയാവുന്ന ചരച്ചിരിക്കല്ലേ? ഇല്ല, നമുക്ക് അസുഖം ഭേദമാക്കണ്ടേ? എന്റെ കൈപ്പുണ്യവാ. അപ്പൊ ഞാൻ കൈ വെച്ച് കഴിഞ്ഞാൽ സാറിന്റെ വെട്ട് മാറിയിട്ടേ സാർ ഇവിടുന്ന് പോകത്തുള്ളൂ. ശരിയല്ലോ? സാറിന്റെ വെട്ടല് മാറിയിട്ടേ സാർ ഇവിടുന്ന് പോകത്തുള്ളേ. പേരെടുത്ത സാറേ? എനിക്ക് വെട്ടല് മാറിയാ? അതാണ് ഞാൻ പറഞ്ഞത്. എന്റെ ഈ കൈപ്പുണ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒറ്റമൂലി ഓമനക്കുട്ടന്റെ കൈപ്പുണ്യ ആറാ വാക്കൊക്കെ ഉണ്ടാക്കിയത്. കൈപ്പുണ്യം എന്ന് വെച്ചാൽ ഭയങ്കര കൈപ്പുണ്യ. ഇങ്ങോട്ട് തിരിച്ചറേ. തിരിയാൻ പറ്റണില്ല. സത്യമായിട്ട് തിരിയാൻ പറ്റണില്ല. ഇത് നോക്കിയാണ്. വെട്ടല് മാറിയാ? ഞാൻ പറഞ്ഞില്ലേ, ഈ ഒറ്റമൂലി ഓമനക്കുട്ടന്റെ കൈ വെച്ച് കഴിഞ്ഞാ വെട്ടല് മാറും. അമ്മാരി കൈപ്പുണ്യമല്ലേ? പക്ഷെ തിരിക്കാൻ പറ്റണില്ല. ഓക്കെ സാറേ, വെട്ടല് മാറിയല്ല? ഇനി സാറ് നോക്കോ. സാർ, ഞാൻ എന്തിനാണ് പറഞ്ഞേ? വെട്ടല് മാറിയിട്ടേ സാർ ഇവിടുന്ന് പോന്ന് ഞാൻ പറഞ്ഞ. വെട്ടല് മാറിയില്ലേ? സാറിന്റെ